വെൽക്കം ടു CS ക്യാപ്സൂൾസ്. ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നതിലെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നും അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെയാണ് മുൻകാലത്ത് ക്വസ്റ്റ്യൻ വന്നത് എന്നെല്ലാം ഞാൻ ഓരോ സമയത്ത് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ വളരെ സസൂക്ഷ്മം ക്ലാസ് കേൾക്കുകയും അതിനനുസരിച്ച് ഏതൊക്കെ പോയിൻ്റാണോ അവിടെ ആ ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുമാണ്. ഒന്നാമത്തെ ചാപ്റ്ററായ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിന് നമുക്ക് 3 മെയിൻ സെക്ഷനുകളായി തിരിക്കാം. ഫസ്റ്റ് സെക്ഷൻ ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്, സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, തേർഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അലൻ ട്യൂറിംഗ്. ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് വെച്ചാൽ ഇന്ന് കമ്പ്യൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിന് മുൻകാലത്ത് നാം കമ്പ്യൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന ഡിവൈസുകളെ പറ്റിയാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏതൊരു വസ്തു അല്ലെങ്കിൽ ഡിവൈസിന് എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഓരോ ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ ഇന്നത്തെ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ വരെ അതിൻ്റെ മുൻഗാമികൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിൽ എത്തിയിട്ടുള്ളത്, അതിന് മുൻകാലങ്ങളിൽ ഏതൊക്കെ വസ്തുക്കളായിരുന്നു നാം കമ്പ്യൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നത്. കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് കാൽക്കുലേഷൻസ് മുൻകാലങ്ങളിൽ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഡിവൈസുകളെയാണ് നാം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടിംഗ് ഇന്ന് നാം ജനറൽ പർപ്പസ് ആയിട്ടാണ് ഒരു പ്രത്യേക കാര്യം സോൾവ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ കൊണ്ട് നാം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. ഇന്ന് നാം പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നാം കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ മെയിനായിട്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് മെയിനായിട്ട് കമ്പ്യൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. 2 ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഈ കമ്പ്യൂട്ടറുകൾ തന്നെ ജനറേഷൻ നമുക്ക് 5ആയി തരംതിരിക്കാം. അവ തമ്മിലുള്ള ആ ജനറേഷനിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് രണ്ടാമത്തെ ഭാഗം നാം ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത് ഫേമസ് സയൻറ്റിസ്റ്റ് ആൻഡ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നറിയപ്പെടുന്ന അലൻ ട്യൂറിങ്ങിൻ്റെ കമ്പ്യൂട്ടർ സയൻസിലേക്കുള്ള സംഭാവനകളും എങ്ങനെയാണ് അദ്ദേഹം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് അറിയപ്പെടാൻ കാരണം എന്നതുമാണ് മൂന്നാമത്തെ സെക്ഷനിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവല്യൂഷൻ ഓഫ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മുൻകാലങ്ങളിൽ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഡിവൈസുകളെ പറ്റിയാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിവൈസുകൾ കാൽക്കുലേഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് അത് അഡിഷൻ ആയിരിക്കാം, സബ്ട്രാക്ഷൻ ആയിരിക്കാം, ഡിവിഷൻ ആയിരിക്കാം, ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ ഹിസ്റ്ററിയെ പറ്റിയാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡിവൈസ് വരുന്നതിന് മുമ്പ് ഏതെല്ലാം നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്പർ സിസ്റ്റങ്ങളാണ് ഇവിടെ നാം പുരാതന മനുഷ്യർ യൂസ് ചെയ്തിരുന്നത്. ആ നമ്പർ സിസ്റ്റത്തെ പറ്റി പഠിക്കുകയാണ് ആദ്യമായി നാം ചെയ്യുന്നത്. നമ്പർ സിസ്റ്റം മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്പർ സിസ്റ്റം. ഇപ്പം വേരിയസ് നമ്പർ സിസ്റ്റം മീൻസ് ദ നമ്പർ സിസ്റ്റം that was used by ancient people. പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന നമ്പർ സിസ്റ്റത്തെ പറ്റിയാണ് നാം ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റമാണ്. ബേസ് വാസ് 10. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ്. ഓരോന്നിൻ്റെ ബേസ് ശ്രദ്ധിക്കുക, 10 എന്നാണ്. നിങ്ങൾക്കറിയാം, ഇൻ അവർ കോമൺ ലൈഫ് വി ആർ യൂസിങ് 1 നമ്പർ സിസ്റ്റം, ദാറ്റ് ഈസ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് എത്രയാണ്? തീർച്ചയായും നിങ്ങൾക്കറിയാം, അതിൻ്റെ ബേസ് 10 ആണ്. എന്തുകൊണ്ട് 10 എന്ന് പറയുന്നത്? അതിൽ 10 സിമ്പലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ 9 സിമ്പലാണ്. 10 എന്ന് പറഞ്ഞാൽ 1, 0. ആ സിമ്പലുകൾ തന്നെ പിന്നെ നമ്മൾ ആവർത്തിച്ച് പോവാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ റെപ്പറ്റീഷൻ ഇല്ലാതെ നമ്മൾ സിമ്പിൾസിനെ നോക്കുകയാണെങ്കിൽ അതിൽ 10 വ്യത്യസ്ത സിമ്പലുകൾ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. 0 to 9 അപ്പോൾ 10 എണ്ണം.
സോ ദ ബേസ് ഓഫ് ദ ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് 10. അതുകൊണ്ടാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 എന്ന് പറയാൻ കാരണം. ശ്രദ്ധിക്കുക, അതിലുള്ള ഈ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്തമായ നമ്പറുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിമ്പിൾസിൻ്റെ എണ്ണത്തെയാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര 9, അതുപയോഗിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്തമായ നമ്പറുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണത്തെയാണ് നാം ബേസ് എന്ന് പറയുന്നത്. ബേസ് ഈസ് ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ടു റെപ്രസെൻ്റ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾസിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ്. അതുപോലെ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസും 10 ആയിരുന്നു. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂമറൽസ് റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, സിമിലർ ടു അറബിക് മീൻസ് ദ ന്യൂമറൽസ് were written from right to left. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരുന്നു ഇത് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ BC 3000-ലായിരുന്നു അഥവാ ബിഫോർ ക്രൈസ്റ്റ് 3000-ലായിരുന്നു ഇത് നാം ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒന്നിന് വേണ്ടി ഒന്നിങ്ങനെ 2, 3, 4, അതുപോലെ തന്നെ 5 എന്ന് പറഞ്ഞാൽ ഈ 3, 3, 2, 5, 6, 7, 8, 9, 10 ഇതായിരുന്നു. 20, 30, 40, പിന്നെ 5 ഉപയോഗിച്ചാൽ 50, അങ്ങനെ പോകും. ഇതായിരുന്നു ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം. ഇതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഈ സിമ്പിൾസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് അതിൻ്റെ ബേസ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ളത്, റിട്ടേൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, സുമേറിയൻ ഓർ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. ബേസ് വാസ് 60. ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 60 ആയിരുന്നു. ലാർജസ്റ്റ് ബേസ് നമ്പർ സിസ്റ്റം എവർ യൂസ്ഡ് ഇൻ ദ വേൾഡ്. ഈ വേൾഡിൽ ഉപയോഗിച്ചിരുന്ന നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ബേസ് ഉള്ളത് സുമേറിയൻ അഥവാ ബാബിലോണിയൻ നമ്പർ സിസ്റ്റത്തിനായിരുന്നു. ന്യൂമറൽസ് റിട്ടേൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മളിപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എഴുതുന്നത് പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എഴുതിയിരുന്നത്. ആൾസോ നോൺ ആസ് സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിനെ സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. യൂസ്ഡ് ബ്ലാങ്ക് സ്പേസ് ടു റെപ്രസെൻറ്റ് 0 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരു ബ്ലാങ്ക് സ്പേസ് ആയിരുന്നു, ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു 0ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ളതാണ് 1, 2, 3 അങ്ങനെ സിമ്പിൾസ്. 59 അങ്ങനെ ഇത്ര സിമ്പിൾസ് ആയിരുന്നു. 0 വന്നിരുന്നു. 0 എന്ന് വെച്ചാൽ ബ്ലാങ്ക് സ്പേസ്. അതാണ് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. 60 സിമ്പിൾസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ബേസ് ലാർജസ്റ്റ് ബേസ് നമ്പർ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ സുമേറിയൻ ഓർ ബാബിലോണിയൻ ഓർ സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ചൈനീസ് നമ്പർ സിസ്റ്റം. ബേസ് വാസ് 10. ഇതിൻ്റെ ബേസ് 10 ആയിരുന്നു. ഇറ്റ് ഈസ് മോർ ഓവർ സിമിലർ ടു അവർ പ്രസൻറ്റ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മുടെ നമ്പർ സിസ്റ്റത്തിന് കുറേയൊക്കെ സാമ്യമുള്ള ഒരു നമ്പർ സിസ്റ്റമായിരുന്നു ചൈനീസ് നമ്പർ സിസ്റ്റം. ഇറ്റ് ഹാഡ് നമ്പേഴ്സ് ഫ്രം 1 to 9. ഇതിന് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇറ്റ് ഹാഡ് സിമ്പിൾസ് ഫ്രം 1 to 9. 1 മുതൽ 9 വരെ നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് അവരുപയോഗിച്ചിരുന്ന സിമ്പിൾസ്. അതുപോലെ തന്നെ 924 എന്നുള്ളത് ഈ രീതിയിലായിരുന്നു അവർ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അതിനുണ്ടായിരുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത് 9 ആയിരുന്നു. 9 സിമ്പിൾസ്. 0 അന്ന് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാനൊരു സിമ്പിൾ ഇല്ലായിരുന്നു. അതും കൂടി കൂട്ടിയിട്ടാണ് അതിൻ്റെ ബേസ് 10 എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ദിസ് ഈസ് ആൾസോ നോൺ ആസ് അയോണിയൻ നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിന് മറ്റൊരു പേരാണ് അയോണിയൻ നമ്പർ സിസ്റ്റം. ഇറ്റ് യൂസ്ഡ് ഗ്രീക്ക് ആൽഫബറ്റ്സ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രീക്ക് ആൽഫബറ്റ്സ് ആയിരുന്നു ഈ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിരുന്നത്. ഡോണ്ട് ഹാവ് എനി സിമ്പിൾ ഫോർ 0. ഈ നമ്പർ സിസ്റ്റത്തിലും ഒരു സിമ്പിളും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാം, 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫ, 2 ബീറ്റ, 3 ഗാമ, 4 ഡെൽറ്റ, 5 എപ്സിലോൺ. ഇങ്ങനെയായിരുന്നു ഗ്രീക്ക് നമ്പർ സിസ്റ്റം വരുന്നത്. നെക്സ്റ്റ്,
റോമൻ നമ്പർ സിസ്റ്റം. അടുത്തതായിട്ട് റോമൻ നമ്പർ സിസ്റ്റം. ബേസ് വാസ് 7. റോമൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 7 ആയിരുന്നു. സോ ഇറ്റ് യൂസ്ഡ് 7 ലെറ്റേഴ്സ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 7 ലെറ്റേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 1. പിന്നീട് 10-ന് നിങ്ങൾക്കറിയാം 10 നമ്മൾ ഉപയോഗിക്കുന്നതാണ് റോമൻ നമ്പർ. മീൻസ് ഇൻ അവർ ഡെയിലി ലൈഫ് or in our education system, occasionally we are using Roman number system. The 10. അടുത്തത് വരുന്നത് 50. അടുത്തത് വരുന്നത് 100. അടുത്തത് വരുന്നത് 500. അടുത്തത് 1000. ഇവിടെ 5ഉം അത് വിട്ടുപോയതാണ് 5. ഇങ്ങനെ 1, 5, 10 ആ രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. യൂസ് ടു റെപ്രസെൻറ്റ് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്പേഴ്സ് ഫോം ചെയ്തിട്ടുള്ളത്. മയാൻ നമ്പർ സിസ്റ്റം. ബേസ് വാസ് 20. ഇതിൻ്റെ ബേസ് 20 ആയിരുന്നു. യൂസ്ഡ് ഫോർ അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ. ജ്യോതിശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. സിമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. സിമ്പിൾസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അതിനെപ്പറ്റി അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സിമ്പിൾസ് നിങ്ങൾക്ക് എക്സാമിന് ഒരിക്കലും ചോദിക്കില്ല. ബേസ് അതുപോലെ തന്നെ അതിൻ്റെ ടൈം ഈ തന്നിട്ടുള്ള പോയിന്റുകൾ മാത്രമേ നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ്, ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. ഒറിജിനേറ്റഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു നമ്പർ സിസ്റ്റമാണ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. ഇറ്റ് വാസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. പൊസിഷണൽ മീൻസ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം അതും ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. മീൻസ് ഈച്ച് ഡിജിറ്റ് ഹാസ് എ പൊസിഷണൽ വാല്യൂ. ഓരോ ഡിജിറ്റിൻ്റെ പൊസിഷനും ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് നമ്മൾ പറയും മലയാളത്തിൽ 1, 10, 100, 1000, 10000. ഇംഗ്ലീഷിൽ 10ൻ്റെ പവറായി പറയുകയാണെങ്കിൽ 10⁻0, 10⁻1, 10⁻2, 10⁻3 ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷണൽ വാല്യൂ. അതുപോലെ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റമായിരുന്നു. ആൻഡ് ആൾസോ ഇറ്റ് യൂസ്ഡ് സിമ്പിൾ ഫോർ 0. 0ക്ക് വേണ്ടി ആദ്യമായി സിമ്പിൾ ഉപയോഗിച്ചത് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ആയിരുന്നു. ദിസ് വാസ് ദ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. വേൾഡിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സംഭാവനയായിരുന്നു ഈ 0 എന്നുള്ളത്. ഇത്രയാണ് നമ്പർ സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഇതിലുള്ള ബേസ് അതുപോലെ മറ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരെങ്കിലും എൻ്റെ ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോട്ടുകൾ, ഈ സിമ്പിൾസ് ഒന്നും വേണ്ട, ഈ നോട്ട് മാത്രം നോട്ട്സായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ താൻ തന്നിട്ടുള്ള പോയിന്റുകൾ എഴുതിയെടുക്കുക. മനസ്സിലായില്ല? അതിലുള്ള ഒരു ഇമേജ് ഒന്നും വേണ്ട. ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ സിമ്പിൾസ് നിങ്ങൾ എഴുതി വരക്കണ്ട. ജസ്റ്റ് അതിൽ ഈ പോയിൻറ്റ്സ് 1 by 1 ആയിട്ട് ഓരോ നമ്പർ സിസ്റ്റത്തിനും തന്നത് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.